പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. ഈ പുതുവത്സരത്തിൽ നമ്മൾ 3 കാര്യങ്ങളാണ് അനുസ്മരിക്കുക. ഒന്ന്, ദൈവം നമുക്ക് ഒരു വർഷം കൂടി നീട്ടിത്തരുന്നു സൽപ്രവർത്തികൾ ചെയ്യുന്നതിന് വേണ്ടി. അതുകൊണ്ട് ഈ പുതുവത്സരത്തിൽ നമ്മുടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം പുനരാരംഭിക്കുന്നു. പ്രത്യേകിച്ച് മഹാജൂബിലിയുടെ വത്സരം കൂടിയാകുമ്പോൾ കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയോട് ചേർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാനും മറ്റുള്ളവരോടുള്ള സ്നേഹബന്ധങ്ങൾ പുതുക്കുവാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകുവാനും അങ്ങനെ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് സ്വയം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനും പരിശ്രമിക്കുന്ന ഒരു വർഷം കൂടിയാണിത്. മറ്റൊന്ന്, ഈശോയുടെ ചേതനാചാര തിരുനാൾ നമ്മളിന്ന് ആചരിക്കുന്നു. ചേതനാചാരത്തോടുകൂടി അനുബന്ധിച്ചാണ് ഈശോയുടെ നാമകരണവും. അതുകൊണ്ടാണ് ഈശോയുടെ ചേതനാചാരത്തിൻ്റെയും നാമകരണത്തിൻ്റെയും തിരുനാൾ. അത് ഈശോ പിറന്ന് 8ാം ദിവസമായ ഇന്ന് ആഘോഷിക്കുക. ഈ 8ാം ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ബിബ്ലിക്കൽ ന്യൂമറോളജി അനുസരിച്ച്, ബൈബിൾ സംഖ്യാശാസ്ത്രം അനുസരിച്ച് അതൊരു നവീകരണത്തിൻ്റെ ദിവസമാണ്. അതായത് ഒരാഴ്ച എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന പ്രകാരം 6 ദിവസം കൊണ്ട് ദൈവ സൃഷ്ടികർമ്മം നിർവഹിച്ച് 7ാം ദിവസത്തെ വിശദീകരിച്ച് കഴിയുമ്പോൾ വീണ്ടും അടുത്ത ആഴ്ച ആരംഭിക്കുന്നത് 8ാം ദിവസമാണ്. അതൊരു നവീകരണത്തിൻ്റെ ദിവസമാണ്. മറ്റൊരു പ്രത്യേകത ഉള്ളത്, ദൈവം അബ്രാഹത്തോട് ഉടമ്പടി ചെയ്ത് ഇസ്ഹാക്കിന് ജനിച്ചു കഴിഞ്ഞ് ഇസ്ഹാക്കിന് ജനിച്ച 8ാം ദിവസമായപ്പോഴാണ് ദൈവം അബ്രാഹത്തോട് ആവശ്യപ്പെടുന്നത്, നീയും നിന്റെ മക്കളും, അതായത് ഇസ്മായിലിന് 13 വയസ്സ് പ്രായമാണ്. അതുപോലെ തന്നെ ഇസ്ഹാക്കിന് 8ാം ദിവസവും, അതുപോലെ തന്നെ നിന്റെ കുടുംബത്തിൽപ്പെട്ട, നിന്റെ വർഗത്തിൽപ്പെട്ട എല്ലാ പുരുഷന്മാരും പരിച്ഛേദനം നടത്തണം. അത് ഞാനും നിങ്ങളും തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും. അന്ന് മുതൽ ഇസ്ഹാക്കിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ടവരെല്ലാം 8ാം ദിവസം പരിച്ഛേദനം ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ക്രൈസ്തവരും തങ്ങളുടെ ശിശുക്കളെ 8ാം ദിവസമോ അല്ലെങ്കിൽ അതിനോടടുത്ത ദിവസങ്ങളിലോ മാമോദീസ മുക്കുക. പരിച്ഛേദനം എന്ന് പറയുന്നത് ബാഹ്യമായ പുരുഷലിംഗത്തിന്റെ പരിച്ഛേദനമാണ് എന്ന വരിയിൽ, മാമോദീസ എന്ന് പറയുന്നത് പുതിയ നിയമത്തില് ഹൃദയത്തിന്റെ പരിച്ഛേദനമാണ്. അപ്പൊ അബ്രാഹത്തിന്റെ പരിച്ഛേദനം അല്ലെങ്കിൽ ഇസ്ഹാക്കിന്റെ പരിച്ഛേദനം, ഇസ്മായിലിന്റെ പരിച്ഛേദനം എന്നൊക്കെ പറയുന്നതിന് ഒരു പശ്ചാത്തലമായിട്ട് ചില ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുക, അത് ദൈവത്തിലുള്ള അവിശ്വസത കാണിച്ചതിനെ അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തോടുള്ള വിശ്വസതയെ അനുസ്മരിപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. അതായത് ദൈവം സാറായിൽ നിന്ന് ഒരു മകനെ വാഗ്ദാനം ചെയ്തു. എല്ലാവിധ ഉടമ്പടികളും ചെയ്യുന്ന, ലോകത്തെ രക്ഷിക്കുന്ന ഒരു ജനതയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മകൻ. പക്ഷെ ആ മകനെ ജനിക്കുവാനായിട്ട് വളരെ കാലതാമസമുണ്ടായി. സാറായിക്ക് പ്രായം കവിഞ്ഞു, സാറ വന്ധ്യയുമാണ്. ഇനി എനിക്ക് മരണം ഉണ്ടാവുകയില്ല, കുട്ടി ഉണ്ടാവുകയില്ല എന്ന് സാറായിക്ക് ഉറപ്പായതുകൊണ്ട് സാറ അബ്രാഹത്തോട് പറഞ്ഞു, ഒരുപക്ഷെ ദൈവം ഉദ്ദേശിച്ചത് എന്നിൽ നിന്നായിരിക്കുകയില്ല, അതുകൊണ്ട് എന്റെ ദാസിയായ ഹാഗാറിനെ പ്രാപിക്കുക, അവളിൽ നിന്നൊരു കുട്ടി ജനിക്കട്ടെ. അങ്ങനെയാണ് ഇസ്മായില് ഹാഗാറിൽ നിന്ന് അബ്രാഹത്തിന്റെ മകനായിട്ട് ജനിക്കുക. പിന്നെ 13 വർഷം കഴിഞ്ഞാണ് ഇസ്ഹാക്ക് സാറായിൽ നിന്ന് ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ മൂലമായിട്ട് ഉണ്ടാവുക. അതില് ദൈവത്തിന് പ്രീതിയായില്ല. അങ്ങനെ അബ്രാഹവും സാറായെയും ദൈവത്തിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിന് സാധ്യമാണ് എന്ന് വിശ്വസിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് അതിനെ അനുസരിപ്പിക്കുവാൻ വേണ്ടി കൂടിയാണ് വേദനാജനകരമായ ആ പരിച്ഛേദന കർമ്മം നിർവഹിക്കുവാൻ അബ്രാഹത്തോടും അബ്രാഹത്തിന്റെ കുടുംബാംഗങ്ങളോടും അവരുടെ സന്താന പരമ്പരകളോടും ദൈവം ആവശ്യപ്പെടുക. അതുകൊണ്ട് ദൈവത്തോട് വിശ്വസത പുലർത്തുന്നതിന്റെ, ദൈവത്തിനെ സമർപ്പിക്കേണ്ടതിന്റെ ഉടമ്പടിയാണ് ഈ പരിച്ഛേദന കർമ്മം. യഹൂദ പാരമ്പര്യം അനുസരിച്ചുള്ള ആ കർമ്മം ഈശോയ്ക്ക് ആവശ്യമില്ല എങ്കിലും ഈശോയുടെ മാതാപിതാക്കന്മാര് യാഥാസ്ഥിതിക യഹൂദ പാരമ്പര്യം പരിപാലിക്കുന്നത് കൊണ്ട് തന്നെ ഈശോയ്ക്ക് ആവശ്യമില്ലെങ്കിലും, അല്ലെങ്കിൽ ഈശോ ആ വേദനയ്ക്ക് വിധേയമായി കൊണ്ട് തന്നെ 8ാം ദിവസം ഈശോയുടെ പരിച്ഛേദന കർമ്മം നിർവഹിക്കുകയാണ്. അങ്ങനെ പരിച്ഛേദന കർമ്മത്തോട് അനുബന്ധിച്ച് തന്നെയാണ് നാമകരണം നടത്തുക. അതായത് ദൈവം തന്നെയാണ് ഈശോയ്ക്കുള്ള പേര് നിശ്ചയിച്ചത്. അത് ഗബ്രിയേൽ മാലാഖ മറിയത്തോടും പറഞ്ഞു, യോസേഫിനോടും പറയുന്നുണ്ട്. അവിടെ പേര് നിശ്ചയിച്ചത് ദൈവമാണ്. എന്നാൽ വിളിക്കുവാനുള്ള അവകാശം യോസേഫിന് നൽകുകയാണ്.
കാരണം ആ പേര് വിളിക്കുന്നത് വഴിയായി യോസേപ്പ് ആ കുഞ്ഞിനെ, അത് സ്വന്തം കുഞ്ഞല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞല്ലെങ്കിൽ പോലും അതിനെ സ്വന്തമാക്കുന്നു, അഡോപ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രതീകമാണ്. ഇതുപോലെ തന്നെയുള്ള ചില പാരമ്പര്യങ്ങൾ ഇന്ത്യയിൽ നമ്മൾ പാലിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ചില വിഭാഗങ്ങളിൽ 11-ാം ദിവസമോ 12-ാം ദിവസമോ നമ്മൾ അരഞ്ഞാണം കിട്ടും. എന്നാൽ കേരളത്തിലൊക്കെ 28-ാം ദിവസം അരഞ്ഞാണം കിട്ടും. എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ അരയിൽ ഒരു പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ പൂജ നടത്തിയ ഒരു ചരട് കൊണ്ട് അരയിൽ അരഞ്ഞാണം കിട്ടും. അത് ഭൂതപ്രേതാദികളിൽ നിന്ന് കുഞ്ഞിനെ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് യഹൂദ വിശ്വാസം. ക്രൈസ്തവരും അത് അംഗീകരിക്കുകയുണ്ടായി. 28-ാമത്തെ ദിവസം ഒരു അരഞ്ഞാണം കെട്ടിക്കൊണ്ടുള്ള ഒരു ചടങ്ങ്. എന്നാൽ അതോടൊപ്പം തന്നെ ഹിന്ദുക്കൾ ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒരു വെറ്റില കൊണ്ട് ഇടത്തെ ചെവി മൂടിയിട്ട് വലത്തെ ചെവിയിൽ കുഞ്ഞിന്റെ അപ്പൻ, കൊച്ചിന്റെ പിതാവ് ആ കുഞ്ഞിനെ പേര് വിളിക്കും. ആ പേര് കുഞ്ഞിനെ ചെവി വിളിച്ചിട്ട് പിന്നെ ആൾക്കാരോടെല്ലാം പറയും, അവർ മധുര പലഹാരങ്ങൾ പങ്കുവയ്ക്കും. അപ്പൊ അങ്ങനെ ഒരു നാമകരണത്തിന്റെയും ഒരു സർക്കംസിഷന്റെയും ചില ആചാരങ്ങൾ ചില മതങ്ങളിൽ ഉണ്ട്. ഇതുപോലെയാണ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ബൈബിളിൽ പറയുന്ന പ്രകാരം പുതിയ നിയമത്തിന്റെ അനുസരിച്ച് ഈ ബാഹ്യമായ പരിച്ഛേദനം കൊണ്ട് മാത്രം അർത്ഥമാകുന്നില്ല. അതുകൊണ്ടാണ് ക്രൈസ്തവർക്ക് പരിച്ഛേദനം ആവശ്യമില്ല, എന്നാൽ ഹൃദയത്തിന്റെ പരിച്ഛേദനം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പരിച്ഛേദനത്തിന്റെയും നാമകരണത്തിന്റെയും തിരുനാള് നമ്മുടെ മാമോദീസായെ അനുസ്മരിപ്പിക്കുന്ന തിരുനാളാണ്. നമുക്കറിയാം, നമ്മുടെ മാമോദീസായ പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഒരു കുഞ്ഞ് ജനിച്ചാൽ പഞ്ചായത്തിലെ രേഖകളിൽ ആൺകുഞ്ഞ് അല്ലെങ്കിൽ പെൺകുഞ്ഞ് എന്ന് എഴുതിയിട്ട് മാതാപിതാക്കന്മാരുടെ പേരാണ് എഴുതിയിരുന്നത്. കാരണം അതിന് മുമ്പ് പേര് വിളിക്കുകയില്ല. മാമോദീസായ്ക്ക് 7-ാം ദിവസമോ 9-ാം ദിവസമോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസങ്ങളിലോ പള്ളിയിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ കൊച്ചിന്റെ പിതാവ് അല്ലെങ്കിൽ മാതാപിതാക്കന്മാര് അച്ഛനോട് പറയും, ഈ കുഞ്ഞിനെ വിളിക്കേണ്ടത് ജോസഫ് എന്നാണ്, അല്ലെങ്കിൽ മേരി എന്നാണ്, അല്ലെങ്കിൽ അന്ന എന്നാണെന്ന് പറയും. ആ കുഞ്ഞിനെ പേര് വിളിക്കുന്നത് മാമോദീസ നൽകുന്ന സമയത്ത് ആ കുഞ്ഞിന് അച്ഛനാണ് പേര് വിളിക്കുക. അതിന്റെ അർത്ഥം ദൈവമാണ് ആ കുഞ്ഞിനെ സ്വന്തമാക്കിയിരിക്കുന്നു. അതുവരെ കാരണം ആ കുഞ്ഞിനെ ആത്മാവിനെ നൽകിയത് ദൈവമാണ്. ദേവാലയത്തിൽ സമർപ്പിച്ച് പുതിയ ഉടമ്പടി വയ്ക്കുമ്പോൾ ആ കുഞ്ഞിന് ആ നാമം നൽകുകയാണ്. ഈശോയ്ക്ക് നൽകിയ നാമം ജോഷുവ എന്ന പേരാണ്. ജോഷുവ എന്ന ഹീബ്രു വാക്കിന്റെ അർത്ഥം യാവേ സേവ്സ്, ദൈവം രക്ഷിക്കുന്നു. അങ്ങനെ ഇവൻ ദൈവമാണ്, ഇവൻ രക്ഷകനാണ്. അങ്ങനെ ദൈവം രക്ഷിക്കുന്നു എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഈശോയ്ക്ക് നൽകുക. നമുക്ക് ഓരോരുത്തർക്കും ഒരു ഐഡന്റിറ്റിയാണ് നമ്മുടെ പേര്. അതായത് നമുക്ക് 3 പേരുണ്ട്. നമ്മുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം. കേരളത്തിൽ അതൊക്കെ ഇനീഷ്യലായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് നെയിം, അതുപോലെ തന്നെ നമ്മുടെ വീട്ടുപേര്, അപ്പന്റെ പേര്. അമേരിക്കയിലുണ്ട്. നമ്മളോട് ചോദിക്കും ഫസ്റ്റ് നെയിം എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രാൻഡ് പേരൻസിലൂടെ ലഭിച്ച ആ പേര്. മിഡിൽ നെയിം എന്ന് പറയുന്നത് പിതാവിന്റെ പേര്, ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത് കുടുംബ പേര്. ആ രീതിയിലൂടെ ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ, ഇന്നടത്ത് ഇന്നയാളിന്റെ ഇന്ന കുടുംബത്തിൽ പറഞ്ഞ ഇന്നയാളിന്റെ മകനായ ഇന്ന കുട്ടി എന്നുള്ളതാണ് അതിലൂടെയുള്ള അർത്ഥം. അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ വിശുദ്ധന്റെ പേര് നൽകപ്പെട്ടിട്ടുണ്ട്. ആ വിശുദ്ധനെ നമ്മൾ അറിയുവാനും ആ വിശുദ്ധനുമായുള്ള ആത്മീയത നിലനിർത്തുവാനും, അതോടൊപ്പം തന്നെ നമ്മുടെ നാമത്തിന് കാരണമായ നമ്മുടെ വല്യപ്പനോടോ വല്യമ്മയോടോ ഒക്കെയുള്ളതായ നമ്മുടെ ഒരു ആത്മീയ ബന്ധം നിലനിർത്തുവാനും ഒക്കെയുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. പല ആളുകളോട് രജിസ്റ്ററിലൊക്കെ പേരെഴുതാനായിട്ട് അല്ലെങ്കിൽ വിവാഹത്തിനൊക്കെ വരുമ്പോൾ നിങ്ങളുടെ മാമോദിസ പേരെന്താണെന്ന് ചോദിച്ചാൽ കൊച്ചിനറിയാൻ പാടില്ല. കൊച്ചിനെ അമ്മയെ വിളിച്ചു ചോദിക്കും, അല്ലെങ്കിൽ അപ്പനെ വിളിച്ചു ചോദിക്കും. അവർക്കും അറിയാൻ പാടില്ല. കാരണം ഏതെങ്കിലുമൊക്കെ മറ്റു പേരുകളിലായിരിക്കും, ഓമന പേരുകളിലായിരിക്കും വല്യപ്പനും വല്യമ്മയും പോലും ഇപ്പൊ അറിയപ്പെടുക. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓൾ സൈഡ്സ് ഡേ തിരുനാളിന്, സകല വിശുദ്ധരുടെ തിരുനാൾ ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ നാമത്തിന് കാരണഭൂതനായ വിശുദ്ധന്റെ വിശുദ്ധയുടെ ഡ്രസ്സൊക്കെ ധരിച്ച് ആ വിശുദ്ധനെ കുറിച്ച് പഠിച്ചിട്ട് വരുവാനായിട്ട് പറയുക. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുഞ്ഞുങ്ങളെയും അവരുടെ വിശുദ്ധനാരാണ്, വിശുദ്ധ ഏതാണ് എന്ന് മനസ്സിലാക്കി ആ വിശുദ്ധനുമായിട്ടുള്ള ആത്മീയബന്ധം നിലനിർത്തുവാനും ആ വിശുദ്ധനെ അല്ലെങ്കിൽ വിശുദ്ധയെ മാതൃകയായി ജീവിക്കുവാനായിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇനി പുതുവർഷത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മാമോദീസ നവീകരണം പോലെ തന്നെ നമ്മുടെ ജീവിതത്തെ പുനർവിചിന്തനം ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരമാണ്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഒരു പുതിയ അധ്യായം ഇന്നും അത് ആരംഭിക്കുകയാണ് 2025. 2024 നമുക്ക് ചെയ്യാവുന്ന സൽപ്രവർത്തികൾക്ക് വേണ്ടി ദൈവം നൽകിയ അവസരങ്ങളെല്ലാം കഴിഞ്ഞുപോയി. ഇനി നമുക്ക് 2024 ചെയ്യാവുന്ന ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇനി 2025 പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ മാമോദീസ വഴിയായി നിങ്ങളുടെ പുതിയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ്
പുതിയ മനുഷ്യനെ ധരിക്കണം, യേശുവിനോട് കൂടി. അതായത് നമ്മുടെ പാപത്തിൽ ജനിച്ചവരായ നമ്മൾ സക്കേവൂസിനോട് നിക്കോദേമോസിനോട് കർത്താവ് പറഞ്ഞതുപോലെ നിനക്ക് നീ വീണ്ടും ജനിക്കാതെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് ആ പഴയ തിന്മകളെ എല്ലാം ഉപേക്ഷിച്ചിട്ട്, നമുക്കറിയാം പാമ്പ് അതിന് പടം പൊഴിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ പാമ്പിന്റെ ഒരു ഘട്ടം വരുമ്പോൾ അതിനകത്ത് പുതിയ സ്കിൻ ഉണ്ടാകും. ആ പുതിയ തൊലികൾ ഉണ്ടായി കഴിയുമ്പോൾ പഴയ തൊലി കുരിഞ്ഞു കളഞ്ഞാൽ പാമ്പ് കിടക്കുന്ന പോലെ അതിന്റെ പാട് കിടക്കും. എന്നാൽ കാരണം അതിന് പുതിയ ഒരു പുനർജന്മം ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ പുതിയ തൊലികൾ വന്നിരിക്കുന്നു. നമ്മുടെയൊക്കെ തൊലി ഓരോ പ്രാവശ്യവും ഒഴിയുകയും പുതുതാവുകയും ചെയ്യുന്നുണ്ട് നമ്മൾ അറിയാതെ തന്നെ. കാരണം പുതിയ സെല്ലുകൾ ഉണ്ടാകും, പഴയത് പൊഴിഞ്ഞു പോകും. പക്ഷെ ആത്മീയമായിട്ട് തന്നെ അങ്ങനെ പഴയ നമ്മുടെ തിന്മയെ, നമ്മുടെ ദുസ്വഭാവങ്ങളെ, നമ്മുടെ കടക്കദോഷങ്ങളെ, നമ്മുടെ മറ്റുള്ളവരുമായിട്ടുള്ള പണക്കങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക്, പുതിയ അധ്യായത്തിലേക്ക് തിരിയുവാനായിട്ട് നമ്മളെ അനുസ്മരിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണിത്. നമ്മുടെ പഴയ കാലഘട്ടങ്ങളിലെ, പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ നേട്ടങ്ങളും നമ്മുടെ കോട്ടങ്ങളും വിലയിരുത്തിക്കൊണ്ട് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയും നമ്മുടെ പരിശ്രമം കൊണ്ട് മാത്രമായില്ല, ദൈവത്തിന്റെ കൃപയും ആവശ്യമാണ്. അതിനാണ് നമ്മൾ ഇന്ന് ദേവാലയത്തിൽ വന്ന് ഈ ബലിയർപ്പണത്തിലൂടെ കർത്താവിനോട് യാചിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ദൈവം നൽകുന്ന അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് സക്കേവൂസ് കർത്താവ് വന്ന് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, ദൈവമേ, എന്റെ വസ്തുവിൽ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. കാരണം അവന് മനസ്സിലായി ധാരാളം സമ്പത്തുണ്ട്, പക്ഷെ മനസ്സിലെന്തോ അസ്വസ്ഥതയുണ്ട്. കാരണം സമ്പന്നന് എപ്പോഴും ആകുലതയാണ് സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാനും ആ സമ്പത്ത് സൂക്ഷിക്കുവാനും അത് മറ്റുള്ളവർ കവർന്നെടുക്കാതിരിക്കുവാനും ഒക്കെയുള്ള അസ്വസ്ഥത. തന്നെയല്ല, താൻ ഇന്ന് മരിക്കുകയാണെങ്കിൽ ധനികനായ മനുഷ്യനോട് ദൈവം ചോദിക്കുന്നുണ്ട്, ഇന്ന് നിന്റെ ആത്മാവിനെ ഞാൻ തിരിച്ചു വിളിച്ചാൽ നിനക്ക് ഈ സമ്പാദിച്ചതെല്ലാം എവിടെയായിരിക്കും? അപ്പൊ അതുകൊണ്ട് ഈ സമ്പത്തിലല്ല നമ്മുടെ ആനന്ദം ഇരിക്കുന്നത്, മറിച്ച് അത് പങ്കുവെക്കുന്നതിലാണ്. അതുകൊണ്ടാണ് സക്കേവൂസ് പറയുന്നത്, എന്റെ വസ്തുവിൽ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. ആരെങ്കിലും ദാനം ചെയ്യുന്നതിന്റെ പേരിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ പലയിടത്തും ദാനം ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരു നഷ്ടവും നമുക്ക് ഉണ്ടായിട്ടില്ല, മറിച്ച് നമുക്ക് ആത്മീയമായ ആനന്ദം സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാവുകയാണ്. പിന്നീട് അവർ പറയുകയാണ്, ഞാൻ ആരുടെയെങ്കിലും ഭാഗം വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 1-4 ഇരട്ടിയായി തിരികെ കൊടുക്കും. കാരണം അത് യഹൂദ നിയമമാണ്. ആരുടെയെങ്കിലും ഒരാള് നീ ആ $5 നീ കട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിനാണ് $20 നീ തിരികെ കൊടുക്കേണ്ടി വരും. അതാണ് വഞ്ചിച്ചെടുക്കുന്നതിനുള്ള ശിക്ഷ. അപ്പൊ അതുകൊണ്ടാണ് സക്കേവൂസ് പറയുന്നത്, അവന്റെ ജനറോസിറ്റി കൊണ്ടല്ല, യഹൂദ നിയമപ്രകാരം ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, വഞ്ചിച്ചെടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാണ്, അതിന് 4 ഇരട്ടിയായി ഞാൻ തിരികെ കൊടുക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഈശോ പറയുക, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. അതെ, നമ്മുടെ ഭവനങ്ങള്, നമ്മുടെ കുടുംബങ്ങള് രക്ഷ പ്രാപിക്കുവാനായിട്ട് ഈശോ പറയുന്നത് സക്കേവൂസിന്റെ ജീവിതാനുഭവത്തിലൂടെയാണ്. ദൈവം നമുക്ക് തരുന്നത് നമുക്ക് മാത്രം സുഖിക്കാനുള്ളതല്ല, സ്വാർത്ഥത വെടിഞ്ഞ് നിസ്വാർത്ഥതയോടുകൂടി പങ്കുവയ്ക്കുവാനുള്ളതാണ്. ആരുടെയും അത് വഞ്ചിച്ചെടുക്കുവാനുള്ളതല്ല. ഇനി അഥവാ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് ഭാവിയെ കുറിച്ചുള്ള ആകുലതയല്ല നമുക്ക് വേണ്ടത്. പ്രത്യേകിച്ച് നീ ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിക്കുക, അപ്പോൾ നിനക്ക് വേണ്ടതെല്ലാം നൽകപ്പെടും. നമുക്കറിയാം, 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികള് ചിലപ്പം വടക്കേ ഇന്ത്യയിലോട്ടൊക്കെ മിഷന് പോകും. എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയത്തില്ല, ഭാവി എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ അവരുടെ മിഷണറി പ്രവർത്തനങ്ങളിൽ ദൈവത്തിന്റെ സംരക്ഷണം അവർക്ക് ലഭിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടതെല്ലാം ദൈവം മറ്റുള്ളവരിലൂടെ, ചിലപ്പോൾ നമ്മളിലൂടെയും ഒക്കെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദൈവം നമുക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലെ കൃപ നൽകും. ചിലർ വിചാരിക്കും, ഞാൻ കൈകാരനായിട്ട് പള്ളിയിൽ സേവനം ചെയ്താൽ, അല്ലെങ്കിൽ മതാധ്യാപകനായിട്ട്, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ തരത്തിൽ ഉടഞ്ഞു വർക്കൊക്കെ ചെയ്താൽ എനിക്ക് എന്താ കിട്ടാനാണ്? ചിലപ്പോൾ വിചാരിച്ചതിന്റെ പേര് പോലും പറയാൻ അംഗീകരിക്കുന്നില്ല. അല്ല, അതെല്ലാം ദൈവമാണ് കാണുന്നത്. ദൈവത്തിന് വേണ്ടി നാം ശുശ്രൂഷ ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ രാജ്യവും അന്വേഷിക്കുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ദൈവം നൽകും. അതുകൊണ്ട് ആകാശത്തിലെ പറവകളെയും ഭൂമിയിലെ വയലിലെ ലില്ലികളെയും ഒക്കെ പരിപാലിക്കുന്ന ദൈവം നമ്മളെയും പരിപാലിക്കുമെന്നുള്ളതായ ബോധ്യം നമുക്കുണ്ടാകണം. എപ്പോഴാണ് ദൈവത്തിനോട് നീതി പുലർത്തുമ്പോൾ, മറ്റുള്ളവരോട് നീതി പുലർത്തുമ്പോൾ. അതുകൊണ്ട് ഈ പുതുവത്സരത്തിൽ നമ്മൾ സ്വയം ചോദിക്കേണ്ടത്, എനിക്ക് ഈ വർഷം 2025 എന്റെ കുടുംബ ബന്ധങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം? ജീവിത പങ്കാളി, മക്കള്, മാതാപിതാക്കള്, സഹോദരങ്ങള്, അയൽവാസികള്, സഹപ്രവർത്തകര്, ഇടവകകൾ, ഇത്രയും നാളൊക്കെ ഞാൻ എന്റെ ജീവിത പങ്കാളിയെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യുവാനുള്ള ഒരു വർഷമായിട്ട് ഈ ജൂബിലി വർഷത്തിലെ 2025
മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ആരുടെയെങ്കിലുമൊക്കെ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുവാനുള്ള സന്നദ്ധത നമുക്കുണ്ടാകണം. ഇത്രയും കാലം നമ്മൾ പങ്കുവെക്കാതെ സ്വാർത്ഥതയോടെയാണ് ജീവിച്ചത് എങ്കിൽ ഇനി പങ്കുവെക്കുവാനുള്ള ഒരു പുതിയ തീരുമാനം ഉണ്ടാകണം. പങ്കുവെക്കുന്തോറും പുതിയത് നമുക്ക് തരും. നമുക്കറിയാം, അവിടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ പറയാറുണ്ട്, ബ്ലഡ് കൊടുക്കുന്നത് നല്ലതാ, പുതിയ ബ്ലഡ് നമുക്ക് ഉണ്ടാകും. അതുപോലെ തന്നെയാണ് നമ്മൾ കൊടുക്കും തോറും നമുക്ക് ഏറിടുമെന്ന് പറയുന്നത്. അവിടെ എന്റെ ഇടവകയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും കാലം ഇടവകയ്ക്ക് എതിരായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത് എങ്കിൽ ഈ വർഷത്തിൽ ഞാൻ ഇടവകയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞ എടുക്കാൻ സാധിക്കണം. ഇത്രയും കാലം ഞാൻ മറ്റുള്ളവരെ പീഡിപ്പിക്കുകയായിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുമെന്നുള്ളതായ തീരുമാനം നമുക്ക് എടുക്കുവാൻ സാധിക്കണം. അപ്പൊ അതുകൊണ്ട് എങ്ങനെ ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ സഭയോട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാം, അങ്ങനെ നമുക്ക് നിത്യരക്ഷയിലേക്ക് കൈവരിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെയും വളരുന്ന തലമുറയെയും പങ്കുവയ്ക്കുന്നതിനെ കുറിച്ച്, സ്നേഹത്തോടെ പെരുമാറുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുവാനും പരിശീലിപ്പിക്കുവാനും നമ്മുടെ ജീവിത മാതൃകയിലൂടെയും നമ്മുടെ ഉപദേശങ്ങളിലൂടെയും നമുക്ക് പകർന്നു കൊടുക്കുവാനായിട്ടും ഈ പുതിയ അവസരത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഇന്ന് നമ്മൾ ഇന്നലെ എടുത്തതുപോലെ തന്നെ സ്വതന്ത്രക്കാഴ്ച എടുക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രൂപതയിൽ നമ്മളുടെ ഇടവകയിൽ അതേ പേരിൽ സെന്റ് മേരീസിലെ മാതാവിന്റെ പേരിൽ ഒരു പള്ളി പണിയുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഇയർ ഓഫ് മേഴ്സിയിലെ ചാരിറ്റി കളക്ഷൻ നമ്മൾ എടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ സ്വതന്ത്രക്കാഴ്ച അതിനായിട്ടായിരിക്കും ഉപയോഗിക്കുക. സാധിക്കുന്നിടത്തോളം അതിനോട് സഹകരിക്കുക. ഇന്നത്തെ സ്വതന്ത്രക്കാഴ്ച